കേരള സർവകലാശാലയിലെ അധികാരപ്പോരിൽ അസാധാരണ പ്രതിസന്ധി. രജിസ്ട്രാറായി മിനി കാപ്പനെ നിയമിച്ച് VC മോഹനൻ കുന്നുമേൽ ഉത്തരവിറക്കി. തൊട്ടുപിന്നാലെ VCയുടെ ഉത്തരവ് മറികടന്ന് KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തി. അനിൽകുമാറിനെ തടയണമെന്ന VCയുടെ നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ അവഗണിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക്. അപ്പൊ VC പറയുന്നത് നിയമവിരുദ്ധമായാണ്. മുന്നോട്ട് പോകും. അതെ, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കോടതി മറ്റൊരു തീരുമാനം അംഗീകരിക്കില്ല. ഗവർണർക്കെതിരായ SFIയുടെ രാജ്ഭവൻ മാർച്ചിൽ വൻ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിട്ട പ്രവർത്തകർ അതിന് മുകളിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കി. പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. കേരള സർവകലാശാല പോരിൽ തലസ്ഥാനം ഇന്നും യുദ്ധക്കളമായി. സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള DYFI, AIYF, AASF മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, അസാധാരണമായ ഒരു ഭരണ പ്രതിസന്ധി കേരള സർവകലാശാലയിൽ. മുമ്പ് എങ്ങുമില്ലാത്ത വിധം കേരള സർവകലാശാല ആസ്ഥാനം സംഘർഷ ഭൂമിയാകുന്ന, സമരഭൂമിയാകുന്ന സാഹചര്യം. എന്തൊക്കെയാണ് ഈ ദിവസം സംഭവിച്ചിരിക്കുന്നത്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള സിസ തോമസ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ വിലക്കിക്കൊണ്ട് നോട്ടീസ് നൽകുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്നതിനുമായിരുന്നു വിലക്ക്. ഇത്തരത്തിൽ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷനിൽ തുടരുന്ന രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അച്ചടക്ക നടപടികൾക്ക് വിധേയനാക്കുമെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു സിസ തോമസിൻ്റെ കത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ കത്ത് വന്നതിന് പിന്നാലെ അവധി അപേക്ഷ നൽകിയെങ്കിലും വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ അവധി അപേക്ഷ തള്ളി. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർക്ക് എന്തിനാണ് അവധി എന്നുള്ള മറുചോദ്യമാണ് ആ വിഷയത്തിൽ വൈസ് ചാൻസലർ തിരിച്ചു ചോദിച്ചത്. പക്ഷേ പിന്നീട് അതിനും രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ മറുപടി നൽകി. താൻ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് അവധി അപേക്ഷിച്ചതെന്നും തൻ്റെ സസ്പെൻഷൻ നടപടിയിൽ തീരുമാനം സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റ് ആണെന്നുമായിരുന്നു രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ തീരുമാനം. പക്ഷേ അവിടെയൊന്നും മറുപടികളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ അവസാനിച്ചില്ല. പിന്നീടും വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ അദ്ദേഹത്തെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ തൻ്റെ ഓഫീസിൽ കയറുന്നത് തടയാനാണ് ശ്രമിച്ചത്.
സെക്യൂരിറ്റി ഓഫീസർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി അനധികൃതമായി ഓഫീസിൽ കയറാനോ ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനോ അനിൽകുമാർ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകുന്നു അനിൽകുമാറിനെ ഓഫീസിൽ കയറാൻ അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തുകയും തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അത് പിന്നീടാണ് ഇത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലും സർവകലാശാല ആസ്ഥാനത്തെത്തുമെന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എത്തിയില്ല. പക്ഷേ എന്നിരുന്നാലും ASFൻ്റെയും DYFഐയുടെയും അതിനോടൊപ്പം തന്നെ AIYFൻ്റെയും മാർച്ചുകൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തി. ഒപ്പം KSUവും പ്രതിഷേധിച്ചു. പക്ഷേ KSUവിൻ്റെ പ്രതിഷേധം ഒരു ബാനർ ഉയർത്തുന്നതിൽ അവസാനിപ്പിക്കുകയുണ്ടായി. വലിയ കാര്യത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ബാക്കി 3 സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് സർവകലാശാല ആസ്ഥാനത്തുണ്ടായത്. ASF ആദ്യം എത്തിയത് ASF ആണ്. അവർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഓടിയെത്തുകയും പ്രധാന വാതിൽ തുറന്നു അകത്തേക്ക് പ്രവേശിക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലീസ് തടഞ്ഞ് ഇവരെ എല്ലാവരെയും ഈ പ്രവർത്തകരെല്ലാവരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. പിന്നീട് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിൻ്റെ നേതൃത്വത്തിലാണ് സർവകലാശാലയ്ക്ക് പുറത്ത് ഒരു പ്രതിഷേധമുണ്ടായത്. ഈ പ്രതിഷേധത്തിൽ 3 തവണയോളം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിനോടൊപ്പം തന്നെ VK സനോജ് ഒരു താക്കീതും സർവകലാശാലയ്ക്ക് നൽകി. ഇത്തരത്തിൽ ഗവർണറുടെ തീരുമാനപ്രകാരം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള തീരുമാനങ്ങൾ വൈസ് ചാൻസലർമാർ സ്വീകരിച്ച ശക്തമായ പ്രതിഷേധം DYFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും നാളെ അടുത്ത ദിവസങ്ങളിൽ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ മോഹനൻ കുന്നുമേൽ കേരള സർവകലാശാലയിൽ പ്രവേശിക്കണമെങ്കിൽ അത് DYFI തീരുമാനിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കരുതെന്നും സനോജ് സൂചന നൽകി. ഒപ്പം തന്നെ SFIയുടെ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണയും DYFIയുടെ നേതൃത്വത്തിൽ നൽകി. അതിനുശേഷമാണ് AIYFൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായത്. ഈ പ്രതിഷേധ സമരത്തിനെതിരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ഏകദേശം അരമണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ AIYF പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീടാണ് KSUവിൻ്റെ മാർച്ച് സർവകലാശാല കോമ്പൗണ്ടിനുള്ളിൽ സംഘടിപ്പിച്ചത്. പക്ഷേ അവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാനർ ഉയർത്തിയതിനു ശേഷം പിരിഞ്ഞു പോകുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ബാനർ സർക്കാരിനെതിരെയായിരുന്നു. സർക്കാരിൻ്റെ ഈ നാടകം അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു KSUവിൻ്റെ പ്രതിഷേധം. പക്ഷേ ഇപ്പോഴും കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. കാരണം നിലവിൽ സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർമാരുണ്ട്. ഈ വിഷയം ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കുന്ന രീതിയിലും ഈ പ്രശ്നം ഉയർന്നിട്ടുണ്ട്. ലക്ഷ്മി.